വേദഭാഗങ്ങൾ വായിക്കാം. 2 യൗവനക്കാര് ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കും. അവസാനത്തെ വാക്യം നമ്മുടെ സഭാ സെക്രട്ടറി മുൻപോട്ട് കടന്നുകൊണ്ട് വായിക്കും. ആദ്യത്തെ 2 വാക്യങ്ങൾ മുൻപോട്ട് കടന്നു വന്ന സ്തോത്രം ജിബിൻ, ആൽവിൻ ഇവർ മുൻപോട്ട് കടന്നു വന്ന് വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 17-ന്റെ 6-ാം വാക്യം, ജിബിനും മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ആൽവിനും, മർക്കോസിന്റെ സുവിശേഷം 6-ന്റെ 5-ാമത്തെ വാക്യം സഭാ സെക്രട്ടറി ബാബു ജോൺ ബ്രദറും മുൻപോട്ട് കടന്നു വന്ന് വായിച്ച് സഹായിപ്പാൻ ഓർമ്മപ്പെടുത്തും. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മൈക്കിൽ കൂടെ വായിച്ചു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. അവരുടെ അവിശ്വാസ ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു. അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിച്ചു പോകും. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല വേളയ്ക്കായി ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിച്ച തിരുവചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഇതിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തന്ന ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്തോത്രം വിശ്വാസത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞതായ ചില കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ ഇടയായി തീർന്നത്. ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞു, വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ കാട്ടത്തി വേരോടെ പറഞ്ഞ് കടലിലേക്ക് നട്ടുപോകും. പിന്നെ വായിച്ച വാക്യത്തിൽ നമ്മൾ കണ്ടു, അപ്രകാരം തന്നെ മല ഉരുണ്ട് കടലിലേക്ക് നീങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത് കഴിയാത്തതിന്റെ കാരണം എന്താണെന്നാണ് അവസാനത്തിൽ വായിച്ചത്. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ആ വിശ്വാസം ഹേതുവായിട്ട് അത് സാധിക്കാതെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, കർത്താവിന് പോലും അവരുടെ അവിശ്വാസം ഹേതുവായിട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് ഈ ഭാഗങ്ങളിൽ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ഹൗ ഡസ് ദ മസ്റ്റാർഡ് സീഡ് ഗ്രോ. ഹല്ലേലൂയ, സ്തോത്രം. അഥവാ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ സംഭവിക്കുമെന്നൊക്കെ അവിടെ നമ്മൾ വായിച്ച ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അഥവാ faith grows in stages. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് അത് വിവിധ സ്റ്റേജുകളായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അത് വളർന്നു വരുന്നതാണ് വിശ്വാസം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. Lord was teaching us that faith that grows as a grain of mustard seed can heal the sick, cast out demons and see signs. Hallelujah. കർത്താവ് ആ കടുകുമണിയുടെ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞതായ കാര്യം, കടുകുമണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും
വലിയ അത്ഭുതങ്ങൾ കാണുവാനും കഴിയും എന്ന് കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 16:17 തൊട്ട് 20 വരെ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ആ വിശ്വാസത്താൽ നടക്കുന്ന അനേക കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങോട്ട് ഞാൻ വായിക്കുവാനായിട്ട് പോകുന്നില്ല. മത്തായിയുടെ സുവിശേഷം 13:31-32 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് ആ ഒരു കടുകുമണിയുടെ ഉദാഹരണം കർത്താവ് പറഞ്ഞു. The mustard seed is small, but when it is grown, it is the greatest among herbs and becomes a true big enough for lodging birds. അവിടുത്തെ ആശയം അതാണ്. ഹല്ലേലൂയ. എല്ലാ ആ വിത്തുകളിലും വെച്ച് കടുകുമണി എന്ന് പറയുന്നത് ഏറ്റവും ചെറുതായ ഒരു വിത്താണെങ്കിലും അത് ഒരുവൻ അവന്റെ വയലിലിട്ടു, അത് വളർന്ന് വലിയ വൃക്ഷമായി തീരുകയും അതിന്റെ കൊമ്പുകളിൽ അതേ പറവജാതികൾ വന്ന് വിശ്രമിക്കത്തക്ക നിലയിൽ അതൊരു വലിയ വൃക്ഷമായി തീർന്നു എന്നാണ് ആ ഭാഗത്ത് ഉപമയിൽ കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഇറ്റ് ഈസ് നോട്ട് ലിറ്റിൽ ഫെയ്ത്ത് ബട്ട് ഗ്രോയിങ് ഫെയ്ത്ത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ കടുകുമണി എന്ന് പറയുന്നത് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതായ ഒരു കാര്യമുണ്ട്. ഇതൊരു ചെറിയ വിശ്വാസമാണെന്ന്. എന്നാൽ കർത്താവ് അങ്ങനെ ഉദ്ദേശിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യുത ഇത് വളർന്നുകൊണ്ടിരിക്കുന്ന, വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തെ കുറിച്ചാണ് കർത്താവ് അവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഇറ്റ് ഈസ് ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. അതാണ് റോമാലേഖനം 1:17 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളരുന്നതായ ആ ഒന്നിനെയാണ് ആ കടുകുമണിയോടുള്ള ബന്ധത്തിൽ കർത്താവ് അവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. രണ്ടാമത്തെ ആ വാക്യത്തിലും നമ്മൾ കണ്ടത് മൗണ്ടൻ മൂവിംഗ് ഫെയ്ത്ത്. ഹല്ലേലൂയ. അഥവാ പർവ്വതം അത് നീങ്ങിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? വിശ്വാസത്താൽ അത് നീങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതേ, in Matthew 17 we read that Jesus is upon the mount of transfiguration with Peter, James and John. Hallelujah. സ്തോത്രം. അതേ, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് അതേ സ്തോത്രം അപ്പോസ്തലന്മാരായ പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും കൂടെ അവിടെ ഇരുന്ന ആ ഒരു പർവ്വതത്തിൽ വെച്ച് അതേ താന് രൂപാന്തരം പ്രാപിക്കുന്ന അനുഭവം, അല്ലെങ്കിൽ തന്റെ ഉടുപ്പ് വളരെ മിന്നുന്ന ശോഭയുള്ള ആ അനുഭവത്തിൽ വലിയ തേജസ് വന്ന് മൂടുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഡ്യൂറിംഗ് അതർ അപ്പോസ്റ്റൽസ് വെയിറ്റിംഗ് ബിലോ. ഹല്ലേലൂയ. സ്തോത്രം. ഈ 3 പേര് ഇവിടെ ആയിരിക്കുമ്പോൾ അടുത്ത 9 പേര് അവര് മലയുടെ അടിവാരത്തിൽ ഇരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ അടുക്കൽ ഒരു അപസ്മാരക രോഗിയെ കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. Then the disciples said to him, Lord, we gave that fellow the full charismatic treatment. We shook him. We said in the name of Jesus. Hallelujah. അവർ കർത്താവിനോട് അവർക്ക് പറയുവാനുള്ളത്, കർത്താവേ, ആ രോഗിയെ ഞങ്ങൾ അവനെ പിടിച്ച് കുലുക്കുകയും നിന്റെ നാമത്തിൽ അവൻ സൗഖ്യമാവട്ടെ എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. Praise the Lord. എന്നാൽ we did all these things but devil didn't come out. Hallelujah. ഞങ്ങൾ ഇതെല്ലാം ചെയ്തു, എന്നാൽ ഹല്ലേലൂയ ഈ അന്ധകാര ശക്തി അവനിൽ നിന്ന് പുറത്തു പോയില്ല. എന്നിട്ടോട് ചോദിക്കണം, what is the reason? എന്താണ് കർത്താവേ, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, നിന്റെ നാമം പറഞ്ഞു, അവനെ പിടിച്ച് കുലുക്കി ആട്ടി ഫലിച്ചു ഒക്കെ ചെയ്തു നോക്കി, എന്നാൽ ഹല്ലേലൂയ എന്താണ് കർത്താവേ അവൻ ഹീൽ ചെയ്യാതെ ഇരുന്നത്, അവന് സൗഖ്യം പ്രാപിക്കാതെ പോയത്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന്റെ മറുപടി മത്തായി സുവിശേഷം 17:20
വേദത്തിൽ ഹല്ലേലൂയ കർത്താവ് തന്നെ പറഞ്ഞു, ജീസസ് said because of your unbelief. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ആമേൻ അല്പവിശ്വാസം ഹേതുവായിട്ടാണ് നിങ്ങൾക്ക് അത് സംഭവിക്കാതെ പോയത്. അവർക്ക് വിശ്വാസമില്ലായിരുന്നു എന്ന് കർത്താവ് പറയുന്നില്ല. സ്തോത്രം. അവർക്ക് വിശ്വാസമില്ലായിരുന്നെങ്കിൽ അവർ ആ രോഗിയുടെ മേൽ കൈവെക്കത്തില്ലായിരുന്നു, പിടിച്ചു കുലുക്കത്തില്ലായിരുന്നു, പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. അവര് വിശ്വാസികളല്ല എന്നല്ല കർത്താവ് പറഞ്ഞത്. എന്നാൽ ഹല്ലേലൂയ ഇവൻ സൗഖ്യം പ്രാപിക്കാതെ പോയത് എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അല്പ വിശ്വാസം നിമിത്തമത്രേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അഥവാ they had seed faith, അല്ലെങ്കിൽ they had hallelujah mustard seed faith. ഹല്ലേലൂയ. അവർക്ക് ആമേൻ ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ട്. അപ്പോൾ തന്നെ അതിന്റെ ട്രീ സൈസ് പ്രോബ്ലം. ഹല്ലേലൂയ. ഒരു അല്പവിശ്വാസം അവർക്ക് ഉള്ളപ്പോൾ തന്നെ വലിയൊരു വൃക്ഷത്തോളമുള്ളതായ വലിയൊരു മരത്തോളമുള്ളതാകുന്ന വലിയ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ അവർ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഗ്രോയിങ് ഫെയ്ത്ത് ഈസ് എ സ്ക്രിപ്ചറൽ കൺസെപ്റ്റ്. ഹല്ലേലൂയ. വളർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് തിരുവെഴുത്തിന് ആസ്പദമായി ആധാരമായിട്ട് നിലകൊള്ളുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു, in Paul's writings he talks we are changed from glory to glory and from faith to faith. 2 കൊരിന്ത്യർ ലേഖനം 3:18, റോമാലേഖനം 1:17 പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് പറയുവാനുള്ളത് നമ്മുടെ വിശ്വാസം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും തേജസ്സിൽ നിന്ന് അത് തേജസ്സിലേക്കും അത് വളരേണ്ടതാണ് എന്ന് കർത്താവ് അല്ലെങ്കിൽ പൗലോസ് അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. God wants his way to work. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ വചനം പ്രവൃത്തി പദത്തിലെത്തണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. He says in Jeremiah chapter 1 verse 12, I will hasten my word to perform it. എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുന്നു എന്ന് കർത്താവ് പറയുന്നു. Or I will stand behind word to make it work. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ വചനം പ്രവർത്തിക്കേണ്ടതിന് ഞാൻ അതിന്റെ പിന്നിൽ നിലകൊള്ളുന്നു എന്നാണ് ആമേൻ. സ്തോത്രം. ആ വാക്യത്തിന്റെ മറ്റൊരു വിശദീകരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ മക്കളെ, ആ പരിപൂർണമായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അഥവാ God gives faith. ഹല്ലേലൂയ. ഈ വിശ്വാസം നൽകുന്നത് ആമേൻ. സ്തോത്രം. ആ കർത്താവ് തന്നെയാണ്. റോമാലേഖനം 12:3 വാക്യത്തിൽ God has dealt to every man the measure or seed of faith. ഹല്ലേലൂയ. അഥവാ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം ഓരോരുത്തരും ഹല്ലേലൂയ അവന് അളവ് പങ്കിട്ടതുപോലെ, അവന്റെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ദൈവം ഓരോരുത്തരും സ്തോത്രം വിശ്വാസം നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ faith grows by obedience. വിശ്വാസം അത് വളരുന്നത് അനുസരണത്തിലൂടെയാണ്. വിശ്വാസം വളരുന്നത് ദൈവത്തിലുള്ള അനുസരണത്തിലൂടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അഥവാ ഒരു വിത്തിന്റെ ശക്തി അഥവാ പൊട്ടൻഷ്യൽ ഇൻ സീഡ്. ഹല്ലേലൂയ. ഒരു വിത്തില് അന്തർലീനമായിരിക്കുന്ന കഴിവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഒരു സംഭവ യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മിസ്രൈമിലെ ട്യൂട്ട് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ പിരമിഡ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. BC 1357 ആ രാജാവിനെ അടക്കം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അനേക സുഗന്ധവർഗങ്ങളെല്ലാം ഇട്ട് വളരെ നല്ല നിലയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. കൂട്ടത്തില് ഗോതമ്പ്, യവം, തേന് ഇതെല്ലാം ചേർത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ 1922 ഒരു ഇംഗ്ലീഷ് ഗവേഷണ സംഘം ഗവേഷണം നടത്തി ഈ പിരമിഡ് ഒക്കെ
കണ്ടുപിടിച്ചു. ഏതാണ്ടത് അപ്പോഴത്തേക്കും 3279 വർഷങ്ങൾക്ക് ശേഷമാണ് അവര് ഈ ഗവേഷണം നടത്തി ഈ പിരമിഡ് നിന്ന് ഈ വസ്തുക്കളൊക്കെ കണ്ടുപിടിച്ചത്. ഗോതമ്പ്, യവം, തേന, ഇതൊക്കെ അതിനകത്ത് നിന്ന് അവർ കണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ ഏതാണ്ട് പ്രൈസ് ദി ലോർഡ് 3.5 ശതാബ്ദങ്ങള് സോറി ഏതാണ്ട് 3500ഓളം വർഷങ്ങൾ നീണ്ടുപോയ ഇതിൽ നിന്ന് കിട്ടിയതാകുന്ന ഈ യവമ്പും ഗോതമ്പും ഒക്കെ അവരെന്ത് ചെയ്തെന്നറിയാവോ? ഇതിനെന്ത് സംഭവിക്കുമെന്ന് അറിയേണ്ടതിന് അവർ നൈൽ നദിയുടെ തീരത്ത് ഫലഭൂയിഷ്ഠമാകുന്ന മണ്ണിൽ അത് കൃഷി ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ അവരിങ്ങനെ സംഭവിച്ച എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് നോക്കി ചില ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വിത്ത് തളർക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പിന്നത്തേതിൽ നിന്ന് അതിൽ നിന്ന് നല്ല ഫലഭൂയിഷ്ഠമായ അതേ വിത്തുകൾ അല്ലെങ്കിൽ ഫലം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഓർക്കണം, ഏതാണ്ട് 3000-ൽ പരം സ്തോത്രം വർഷങ്ങള് പിന്നിട്ട് കഴിഞ്ഞു. എങ്കിൽ പോലും ആ പിരമിഡിന്റെ അകത്ത് നിന്ന് കിട്ടിയതായ പ്രൈസ് ദി ലോർഡ് വിത്ത് അനുകൂലമായ ഒരു കാലാവസ്ഥ വന്നപ്പോൾ അത് വളരുവാനും ഫലം കൊടുക്കുവാനായിട്ടും ഇടയായി തീർന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ, ഞാനും നീയും ഒരു വിത്താണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന ആമേൻ, ആ വിത്ത്, വചനമാകുന്ന വിത്ത് എന്നിലും നിന്നിലും കർത്താവ് പാകിയാണ് ഈ ഭൂമിയിലേക്ക് എന്നെയും നിന്നെയും പറഞ്ഞു വിട്ടത്. അമ്മയുടെ ഉദരത്തിൽ പിണ്ണാകാരമാകുന്നതിന് മുൻപേ നിയമിക്കപ്പെട്ടതാകുന്ന നാളിൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത് പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഹല്ലേലൂയ കണ്ടുകൊണ്ട് നിന്നിൽ സ്വർഗം ഒരു വിത്ത് പാകിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. അത് വർഷം എത്ര കഴിയട്ടെ, 2000 കഴിയട്ടെ, 3000 കഴിയട്ടെ, 5000 കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആമേൻ. ഏദൻ പൂങ്കാവനം തൊട്ട് ആദാം തൊട്ട് വിത്ത് പാകി വിട്ട ദൈവത്തിന്റെ ജനം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇനി കർത്താവിന്റെ വരവ് എത്ര താമസിച്ചാലും അന്ന് വരെ ഇനിയും ജനിക്കുവാൻ പോകുന്നതാകുന്ന തലമുറകളുടെ മേൽ അവൻ ഒരു വിത്ത് പാകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഓർക്കണം, ഹല്ലേലൂയ, നിന്നിൽ പകർന്നിരിക്കുന്ന വിത്ത്. പ്രൈസ് ദി ലോർഡ്. കുറച്ചു കാലം ഇവിടെ ജീവിച്ച് അല്പകാലം വിദ്യാഭ്യാസം ചെയ്ത് പിന്നെ ഒരു കല്യാണം കഴിച്ച് പിന്നെ കുറച്ച് പിള്ളേരും ഉണ്ടായി പിന്നീട് കുറച്ചു കാലം കൂടെ ജീവിച്ചിട്ട് ചത്ത് കെട്ടുപോകുന്ന ഒരു വിത്തല്ല എന്നിലും നിന്നിലും പരിശുദ്ധാത്മാവ് പാകി വിട്ടിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ കുഞ്ഞെ നീ മറന്നു പോകരുത്. നിന്നെ കുറിച്ചുള്ള ദൗത്യം, നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം, ഹല്ലേലൂയ, ഇവിടെ കുറച്ചു കാലം ആമേൻ, സ്തോത്രം, നീ ഇവിടെ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിനെ സേവിച്ചു, അല്ലെങ്കിൽ സൗദി ചെന്ന് അവിടുത്തെ അറബിയെ സേവിച്ചു, അല്ലെങ്കിൽ അമേരിക്കയിൽ ചെന്ന് അവിടുത്തെ കമ്പനികളിൽ കുറെ കാലം ഇരിപടിച്ച് ജീവിക്കാൻ മാത്രമല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിരിക്കുന്നു. നിന്നെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ആത്യന്തികമായ ഒരു തീരുമാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ വിത്ത് വളരേണ്ടതുപോലെ വളരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് 10-30 പരം വർഷം, 10-35 പരം വർഷങ്ങൾക്ക് മുമ്പ് പാലായുടെ പ്രദേശത്ത് നിന്ന് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഇവിടെ യാദൃച്ഛികമായി ഈ തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് എന്നെ കൊണ്ടുവന്ന എന്റെ അപ്പച്ചനെ ഒന്ന് നോക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പോകാൻ വേണ്ടി ഒരു ചെറിയ സൂട്ട്കേസും എടുത്തോണ്ട്, പ്രൈസ് ദി ലോർഡ്, ഒരു 1-2 ജോഡി ഡ്രസ്സും എടുത്തോണ്ട് ആമേൻ, സ്തോത്രം, ഈ പട്ടണത്തിൽ ഞാൻ വന്നതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ പട്ടണത്തിൽ ഈ വിത്ത് നടന്നോന്നുള്ളതായിരുന്നു. സ്തോത്രം, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ സഭയുടെ ഉടലെടുക്കുവാനിടയായി, അതുകൊണ്ട് ഈ ഡിസ്ട്രിക്റ്റിൽ പല സഭകൾ ഉടലെടുക്കുവാനിടയായി തീർന്നു. അനേക കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കുഞ്ഞേ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, കുഞ്ഞേ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ജോലി, കുഞ്ഞേ, ദൈവം നിനക്ക്
പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇങ്ങനെ ഏതാണ്ട് ഈ റോബർട്ട് വരുന്നത് പോലെ പലരും വരുന്നതും പോകുന്നതും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. റോബർട്ട് വരുന്നത് പോലെ പലരും വരുന്നുണ്ട് പോകുന്നുണ്ട്. ഇവിടെ പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഈ ചില റോബർട്ട് കൈയടിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ കൈയടി കണ്ട റോബർട്ട് അതിനെക്കാട്ടി നന്നായിട്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഒരു മെക്കാനിക്കൽ ലൈഫിന് വേണ്ടിയല്ല ദൈവം എന്നെ എന്തിനായി വിളിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവം റോബർട്ട്സിനെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടാൽ മതിയായിരുന്നു. കമ്പ്യൂട്ടർ മനുഷ്യനെ ഇറക്കിയാൽ മതിയായിരുന്നു. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കമ്പ്യൂട്ടർ ഇന്ന് ചെയ്യുന്നുണ്ട്, റോബോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റോബോട്ടിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന വിത്ത് ഭാഗിയില്ല. എന്നാൽ കുഞ്ഞെ നിന്നിലാണ് ആ വിത്തവൻ ഭാഗിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞെ ദൈവം തന്ന വിദ്യാഭ്യാസം അതിനുള്ളതാ, നിന്നെ കോളേജിൽ അയച്ചത് അതിനുള്ളതാ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ ആ വിത്ത് എന്ത് വേണം? വളരണം. വചനമാവുന്ന വിത്ത് അനുകൂലമായ സോയില്, അത് ഫലഭൂയിഷ്ടമായ മണ്ണില് അത് പാകണം. ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ അതിൽ കൂടെ ഒഴുകണം. ഹല്ലേലൂയ. ആ സ്നേഹമാകുന്ന ആ പരിശുദ്ധാത്മാവിന്റെ നദിയിൽ കൂടി അത് കുതിർത്തെടുത്ത് ഹല്ലേലൂയ ആമേൻ അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കുമ്പോൾ കുഞ്ഞെ നിനക്ക് കാണുവാൻ കഴിയും വിത്ത് വളരുന്നത്. പുതിയ ജോയി ബ്രദർ സൗദിയുടെ മണ്ണിൽ നിന്ന് ദൈവം പറിച്ചെടുത്ത് ആമേൻ സ്തോത്രം ഇവിടേക്ക് തന്നെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും നട്ടു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വന്നേക്കും വീണ്ടും ഹല്ലേലൂയ. വെറുതെ കുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഹല്ലേലൂയ തന്റെ പുറകെ ഇത്രയും പേര് കയറി വരത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. താൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അവരോട് ദൈവവചനം പറയുകയും അവിടെ ഒരു ആരാധന ആമേൻ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തത് മുഖാന്തരം പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ആ വിത്ത് വളരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വന്തം വീട്ടിൽ സ്വന്തം ആ സഹോദര വർഗത്തിന്റെ നടുവിൽ ആ വിത്ത് വളരാൻ തുടങ്ങിയെങ്കിൽ കർത്താവ് പോലും സ്വന്തം ദേശത്ത് സ്വന്തം രാജ്യക്കാരുടെ ഇടയിൽ ആമേൻ ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ ഒത്തിരി പരിമിതികൾ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ കുഞ്ഞേ, ഹല്ലേലൂയ. ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന വിത്ത് അത് വളരുവാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അതിനെ മൂടി വെക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദൈവം ഓരോരുത്തന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. പ്രൈസ് ദി ലോർഡ്. 1-2 വാക്യങ്ങൾ ഓടി വായിച്ചാട്ടെ. ഹല്ലേലൂയ. എഫെസ്യർ ലേഖനം 1:17, റോമാലേഖനം 5:5, ഗലാത്യ ലേഖനം 5:6, റോമാലേഖനം 1:17 വേഗത്തിൽ വായിച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും നമ്മുടെ വിളിയാനുള്ള അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് അത് ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തവരാണ് പലപ്പോഴും ഇവിടുത്തെ ചില കാര്യങ്ങളുടെ പുറകെ ഓടുന്നത്. സ്തോത്രം. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ അവകാശത്തിന്റെ ബഹുമാനം ഇന്നതെന്നും വിശുദ്ധന്മാർ അവന്റെ അവകാശത്തിന്റെ ബഹുമാനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്കും നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും റോമാലേഖനം 5:5 വായിച്ചാൽ. റോമാലേഖനം 5:5. സ്തോത്രം, സ്തോത്രം. വേറൊരാൾ ഗലാത്യർ 5:6. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വിത്ത് വളരുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ അത് സ്നേഹത്തിലൂടെ വളർത്തി കുതിർത്തെടുക്കുകയാണ് ആമേൻ ചെയ്യേണ്ടുന്നത്.
Praise the Lord. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും റോമാലേഖനം 10:17 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പകൽ പ്രിയ ദൈവത്തിന്റെ കുഞ്ഞേ, ഹല്ലേലൂയ, എന്നിലും നിന്നിലും സ്വർഗം പകർന്നിരിക്കുന്ന വിത്തിനായി ഒന്ന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വിത്ത് വളരാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കുറച്ചു കാലം കഴിയുമ്പോഴത്തേനെ നമ്മളെല്ലാവരും മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഒരു വെട്ടിയില് കൊണ്ടുവന്ന സമയമാം രഥത്തിലൊക്കെ പാടി കുറെ പേരുടെ അകമ്പടിയോടുകൂടെ ഈ വിത്ത്, ആമേൻ, സ്തോത്ര, അതേ സിമിത്തേരിയാകുന്ന തോട്ടത്തിൽ ഇത് പാകും. ഹല്ലേലൂയ. മറന്നു പോകരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്നത്തെ ആരോഗ്യമുള്ള ശരീരമായിരുന്നാലും സൗന്ദര്യമുള്ള ശരീരമായിരുന്നാലും സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഓർത്തോണം, ഇത് എല്ലാവരും കൂടെ കൂടി വീട്ടുകാരും നാട്ടുകാരും കൂട്ടക്കാരും കുഞ്ഞുങ്ങളും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എന്ന് വേണ്ട, ആരൊക്കെയുണ്ടോ എല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ ആഘോഷമായി കൊണ്ടുചെന്ന്, ആമേൻ, സ്തോത്രം, ഒരാളടി കുഴി എടുത്ത് നല്ല ഒരു തെങ്ങും തൈ നടുന്നത് പോലെ ഇതിനെ കൊണ്ട് ഹല്ലേലൂയ പാകും കേട്ടോ. മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പ്രിയ ദൈവ കുഞ്ഞെ ഓർത്തോണം, ഇതവിടെ മണ്ണിൽ കിടന്നുകൊണ്ട് ഈ വിത്ത്, ആമേൻ, അവിടെ മണ്ണോട് മണ്ണായി അലിഞ്ഞു ചേരുകയല്ല. പ്രത്യുത ഈ വിത്ത്, ആമേൻ, സ്തോത്രം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ചുട്ട് എന്ന് പറയുന്ന ആ മിസ്രയീമിലെ ഫറവോയുടെ ആ ശരീരത്തിൽ അതിനോടുകൂടെ ചേർത്ത് വെച്ച ഗോതമ്പ്, ആ യവം, ഇതൊക്കെ 3500ഓളം വർഷത്തിന് ശേഷം നൈൽ നദി തടാകത്തിൽ ഫലഭൂയിഷ്ടിയുള്ള മണ്ണിൽ അത് വിതച്ച് കൊയ്തെടുത്തെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞെ നിന്നുള്ളതാകുന്ന ഈ വിത്ത്, ആമേൻ, സ്തോത്രം, സഭയുടെ സിമിത്തേരിയാം തോട്ടത്തിൽ നട്ട് അവിടെ കൊണ്ട് തീരത്തില്ല. കഥാഹുതാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം ആകാശത്തിൽ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോഴാണ് ഈ വിത്ത് അതിന്റെ അവസ്ഥയിൽ പൂർണ്ണമായി ജ്വലിച്ചു പ്രകാശിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രത്യാശയുള്ള ദൈവമക്കളൊന്നും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പലരും ഇവിടെ സ്തോത്രം ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. പലര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ കുഞ്ഞെ, ഏത് വിധത്തിലാകട്ടെ, സൂയിസൈഡ് ഒഴിച്ച് ബാക്കി ഏത് വിധത്തിലാകട്ടെ, ഈ ലോകത്തിൽ നിന്ന് ഒരു വേർപാട്, പക്ഷെ ഓർത്തോണം, ഇത് അവിടെ കൊണ്ട് തീരുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ട് തീരുന്നതല്ല. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. ആയതുകൊണ്ട് ഈ വിത്ത്, അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത് കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞ അല്പവിശ്വാസത്തെ അല്ല, കടുകുമണി വളർന്നുകൊണ്ടിരിക്കുന്നതായ ഗ്രോയിങ് ഫെയ്ത്ത്. അല്ലെ, നിനക്ക് 5% നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ 5% നീ ചെയ്യത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് 50% വിശ്വാസമുണ്ടെങ്കിൽ നീ 50% ചെയ്യും. 75% വിശ്വാസമുണ്ടെങ്കിൽ നീ 75% ചെയ്യും. കുഞ്ഞെ, 100% നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ 100% നീ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. വിഷയമില്ല. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വാസത്തിന്റെ പല പ്രവൃത്തികൾ കണ്ടില്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞ, ആമേൻ, സ്തോത്രം, പ്രിയ, ആമേൻ, ഷിബു ബ്രദർ താനെ ഇവിടെ കടന്നു വന്നിട്ട് എനിക്ക് എല്ലാം എന്റെ മുമ്പിൽ ഇങ്ങനെയുണ്ട്. ആമേൻ, സ്തോത്രം. RCC തങ്കറി ഇറങ്ങുന്നതും സ്തോത്രം, ആ കുഞ്ഞിന്റെ സിംഗിങ് സ്റ്റേജില് ആയിത്തീർന്നതാകുന്ന അനുഭവങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ വിശ്വാസം പറഞ്ഞു, ഈ കുഞ്ഞ് ഈ ദിനം മരണത്തിനായിട്ടല്ല. വിശ്വാസം പറഞ്ഞു, ഈ ദിനം മരണത്തിനല്ല. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടേണ്ടതിനാണ്. ഇത് കണ്ടില്ലേ നമ്മുടെ മുമ്പിൽ കൂടെ ഓടി നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മയുടെ മടിയിൽ ഇരിക്കുന്ന കണ്ടില്ലേ? മോനെ,
സ്തോത്രം. അവനെ ഒന്ന് ഫോക്കസ് ചെയ്താണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവവചനം പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, വിടുതൽ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ശബര ഹല്ലേലൂയ. ശിവ രാജ വൈദ നാദ ഏക ചന്ദ്ര വൈദ ഏക മൂല രാജ ശിവ ചന്ദ്ര ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ. ഇത് ശുശ്രൂഷയാണ്, ചെയ്യേണ്ടത് പോലെ. ആ കുഞ്ഞ് ഓടിയത് എടുക്കാൻ എന്താ സ്തോത്രം. ആ കുഞ്ഞ് നടക്കത്തില്ല എന്നും ഹല്ലേലൂയ നടക്കുമോ എന്ന് സംശയിച്ച സമയം ഇന്ന് അവന്റെ പിതാവിനെ ഇരുന്ന് സാക്ഷ്യം പറഞ്ഞത് കണ്ടില്ലേ? ആ കുഞ്ഞ് ഓടിയത് കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ റോബോട്ടിനെ പിടിക്കുന്ന പോലെ എന്നെ മാത്രം പിടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് അവൻ ആലയത്തിൽ കൂടെ ഓടി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. ബഹറിൽ ജോലി ചെയ്ത നല്ലൊരു ജോലി ചെയ്യുക. പക്ഷേ ഇവിടെ വന്നത് എൻ്റെ ആമാശയം മുഴുവൻ ക്യാൻസർ ബാധിച്ച് ആ സ്തോത്രം. പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്ത് ഇനി ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ല. അവസാനം പിന്നെ സ്തോത്രം തൻ്റെ എന്താ മൂത്രനാളിയിലും ഒക്കെ ക്യാൻസർ പിടിച്ച് അയങ്ങും ഓപ്പറേഷൻ ചെയ്യാൻ വയ്യാത്ത രീതിയിൽ യാതൊരു മാർഗവും ഇല്ലാതെ ഇവിടെ വന്നതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1.5 മാസത്തോളം ആമേൻ ഞങ്ങളോടൊപ്പം ആമേൻ സ്തോത്രം അതേ താമസിച്ചു. ഈ 1.5 മാസവും പ്രിയപ്പെട്ടവന് വേണ്ടി ദൈവാത്മാവ് പ്രേരിപ്പിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നിന്ന് കാറിലൊന്നുമല്ല, ഉള്ള ലഗേജുകളും എല്ലാം എടുത്തോണ്ട് ട്രെയിനെ കയറി ചെങ്ങന്നൂരിൽ ഇറങ്ങിയിട്ട് ചെങ്ങന്നൂരിൽ നിന്ന് മുളക്കട ഭാഗത്ത് ബസ്സേ കയറി ഹല്ലേലൂയ അവരുടെ വീട്ടിൽ ചെന്ന് രാത്രി എന്നെ വിളിച്ചു, ഞങ്ങൾ ഹാപ്പി ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിളിച്ചു, ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത 12-ാം തീയതി ഞായറാഴ്ച ഒരു വീണ്ടും കർത്താവ് അനുവദിച്ചാൽ സഭയിൽ വരും. വിശ്വാസം ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് പറയും ഹല്ലേലൂയ ആമേൻ സ്തോത്രം. നിനക്ക് ഇതിനപ്പുറത്തോട്ടില്ല, നിനക്ക് ഇതിനപ്പുറത്തോട്ട് ആയുസില്ല. ഹല്ലേലൂയ. നിനക്ക് ഇതിനപ്പുറത്തോട്ട് ജീവിതമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിശ്വാസം കിട്ടുന്നില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 2000-ൽ സ്ട്രോക്ക് വന്ന തളർന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. പിന്നത്തേതിൽ താനും ഈ ആലയത്തിൽ വന്നു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ മക്കളെ, വിശ്വാസം 2000 അല്ല, 3000 അല്ല, 10,000 വർഷം കഴിഞ്ഞാൽ വിശ്വാസം